ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ അക്രമത്തിന് നേതൃത്വം നൽകുകയും ഡിവൈഎസ്പിയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തത് ജാമ്യവ്യവസ്ഥകളുടെ ലംഘനം. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്ന പ്രധാന ജാമ്യവ്യവസ്ഥയാണ് മുഹമ്മദ് ഷിയാസ് ലംഘിച്ചത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ കോതമംഗലത്തുണ്ടായ അക്രമത്തിന്റെ ദൃശ്യങ്ങളാണിത്. ഡിവൈഎസ്പിയെ കയ്യേറ്റം ചെയ്തതും തുടർന്നുണ്ടായ സംഘർഷത്തിനുമെല്ലാം നേതൃത്വം നൽകിയത് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആയിരുന്നു. നേര്യമംഗലത്ത് കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ട സ്ത്രീയുടെ മൃതദേഹം ഇൻക്വസ്റ്റിന് പോലും അനുവദിക്കാതെ തട്ടിയെടുത്ത് കോതമംഗലം ടൗണിലെത്തിച്ച് നടത്തിയ പ്രതിഷേധ നാടകത്തിന്റെ ഭാഗമായിരുന്നു അന്നത്തെ അക്രമ സമരം. കേസിൽ അറസ്റ്റിലായ മുഹമ്മദ് ഷിയാസിന് കോതമംഗലം കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. സമാന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടരുതെന്നായിരുന്നു പ്രധാന ഉപാധി. എന്നാൽ മാസങ്ങൾക്കിപ്പുറം ഇക്കഴിഞ്ഞ ശനിയാഴ്ച കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷനിൽ നടന്നത് ഇങ്ങനെ. അതേ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് തന്നെയാണ് പോലീസ് സ്റ്റേഷനിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത്. കൂടാതെ ഡിവൈഎസ്പിക്ക് നേരെ ഭീഷണിയും. സംഭവത്തിൽ കൂത്താട്ടുകുളം പോലീസ് ഷിയാസിനെതിരെ കേസെടുത്തതോടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.